ശിവാനി, ഇതെവിടെ പോയി? ശിവാനി, ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാമോ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? മുറിയിൽ കാണാതായപ്പോ ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് കരുതിയോ? അതൊക്കെ എട്ടിത്തൂങ്ങി ചത്തുന്ന് കരുതിയോ? എന്തിനടി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? നിധിയുടെ മുന്നിൽ വീണ്ടും വീണ്ടും തോറ്റ് തുന്നം പാടുന്ന എനിക്ക് അകത്തിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ വിഡ്രോ ചെയ്യാൻ നോക്കിയത് എന്റെ അച്ഛൻ സമ്പാദിച്ച പണോ? അതിന് എനിക്ക് കിട്ടിയതോ കൊള്ളി എന്നുള്ള പേരും. എന്റെ അവസ്ഥ അമ്മയ്ക്കറിയോ? ഈ വീട് വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല. ഈ ഗതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ അമ്മ പേടിച്ച പോലെ തന്നെ സംഭവിക്കും. പക്ഷെ ഞാൻ നാടുവിട്ട് പോവൊന്നുമില്ല. ഇതുപോലെ എന്നെ അന്വേഷിച്ച് വരുമ്പോ ഈ വീടിന്റെ കഴുക്കോലിൽ കെട്ടിത്തൂങ്ങി ആടുന്നതായിരിക്കും അമ്മ കാണുന്നത്. വെറുതെ തോന്നിയസം പറഞ്ഞാലുണ്ടല്ലോ ഒരു വീക്ക് വെച്ചിരഞ്ഞ്. നീ എന്താ ആ നിധിക്ക് മുന്നിൽ തോറ്റ് കീഴടങ്ങാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ ഞാൻ എന്ത് വേണം? എന്ത് ചെയ്യാൻ പറ്റൂ എനിക്ക്? എന്തിനും കൂടെ ഉണ്ടാവും മോളെ പോലെയാണെന്നൊക്കെ പറഞ്ഞു നടന്ന് CKC ഞങ്ങൾ കൈ ഒഴിഞ്ഞു. ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങി നിർത്തിക്കോളാന്ന് ഉറപ്പ് തന്ന വസുന്ധര എന്നെ കൈവിട്ടു. പിന്നെ സ്വന്തം അച്ഛൻ, അത് പറയാതിരിക്കുക ഭേദം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ പുള്ളിയെ കൊണ്ട് ഇതുവരെ? അങ്ങേരെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവും. അത് പറയാനാ നിന്നെ തിരക്കി ഞാൻ വന്നത്. എന്ത് പ്രയോജനം? ഉറങ്ങാനായി കിടന്നപ്പോഴാ മനസ്സിലൊരു ഓർമ്മ വന്നത്. എടി, എന്റെയും നിന്റെ അച്ഛന്റെയും പേരില് ആ അമ്പലത്തിനടുത്തേ ഒരു 10 സെന്റ് വസ്തു കാട് കയറി കിടപ്പില്ലേ? അത് വിറ്റ നല്ലൊരു എമൗണ്ട് ഇപ്പൊ കയ്യിൽ കിട്ടും. 10 സെന്റേ ഉള്ളുവെങ്കിലും ഒരു 15 ലക്ഷം രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല. അല്ല, അതതിനെ വിൽക്കാൻ പറ്റൂ? അത് അച്ഛന്റെ കൂടെ പേരിലല്ലേ? നീ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാളിന് സ്വന്തം വസ്തു വിൽക്കുന്നതിന് എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കൂ? അത് കാണും. എന്തായാലും അതില് നിധിക്ക് അവകാശമൊന്നും വെച്ചിട്ടില്ല. ഞാനും ആ പ്രമാണം വായിച്ചു കേട്ടതാ. ആ പ്രമാണം ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്? പ്രമാണം നിന്റെ അച്ഛന്റെ അലമാര തന്നെ കാണും. എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി എടുക്കാം. എടി, വെപ്രാളൊന്നും കാണിക്കണ്ട. നിന്റെ അച്ഛനെ മുറി കിടത്തിയിട്ട് ആ ചന്ദ്രിക തലയ്ക്കല് കാവലിരിക്കുക. അവക്ക് പിന്നെ ഉറക്കമൊന്നും ഇല്ലല്ലോ. നേരെ ഒന്ന് പുലർന്നോട്ടെ, നമുക്ക് പ്രമാണം എടുക്കാം. ആ പ്രമാണം എടുത്ത് നാളെ തന്നെ ഏതെങ്കിലും ഒരു ആധാര എഴുത്തുകാരനെ കാണിക്കണം. വസ്തു വിൽപ്പനക്കാരായ കുറെ ബ്രോക്കർമാരെയൊക്കെ എനിക്കറിയാം. എങ്ങനെയെങ്കിലും അത് വിൽക്കണം നമുക്ക്. നീ സമാധാനമായിട്ടിരിക്കേ, നമുക്കത് വിറ്റ് മുതലാക്കാം. നീ ജോർജെ പറ. അത് ജോർജെ, കുറച്ചുകൂടെ നീട്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ആർക്കിടെക്റ്റിനോട് ഞാൻ കോൾ ചെയ്യാന്ന് പറഞ്ഞേക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ പറയാം. ശരി. ആരാ ഗൗതം? ജോർജാ വിളിച്ചത്. അനാഥാലയത്തിന് വേണ്ടി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച ആ കെട്ടിടം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിൻ്റെ ആർക്കിടെക്റ്റ് ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതാ. ഏത് വിധത്തിലും ആ കെട്ടിടം നമുക്ക് വാങ്ങിയേ പറ്റൂ. അത് വിട്ടേക്ക് ഗൗതം. നമ്മൾ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? നമുക്ക് വേറെ ഏതെങ്കിലും ബിൽഡിംഗ് നോക്കാവുന്നേ. നമ്മുടെ ആവശ്യം ഇപ്പൊ എന്താ? ഒരു അനാഥാലയം തുടങ്ങണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ആ കെട്ടിടം തന്നെ വേണമെന്നിപ്പോ നിർബന്ധമൊന്നുമില്ലല്ലോ. നിർബന്ധമുണ്ട്. നമ്മൾ അനാഥാലയം തുടങ്ങുമെങ്കിൽ അത് ആ സോമശേഖരന്റെ കെട്ടിടത്തിൽ തന്നെയായിരിക്കും. ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചേക്ക് ഗൗതം. അത് നടക്കാൻ പോകുന്നില്ല. അനാഥാലയം എന്ന ഐഡിയ തന്നെ മറന്നു കളയുന്നതാവും നിനക്ക് നല്ലത്. മറന്നു കളയണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. വെറുതെ ഫൂളിഷ്നെസ് പറയല്ലേ ഗൗതം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. എന്ത് നോൺസെൻസാ ഇതൊക്കെ? നീ ഒരു ബിസിനസ്മാൻ ആണോ? ഇതാണോ നിന്നെ ഞാൻ പഠിപ്പിച്ചത്? എടാ, ഇവളിങ്ങനെ യൂസ്ലെസ് ആയ പല കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരും. ഇതൊരു അനാവശ്യ കാര്യമാണെന്ന് ആന്റിക്ക് എന്തുകൊണ്ടാ തോന്നുന്നത്? പാവപ്പെട്ട അനാഥർക്ക് ഒരഭയം ഒരുക്കുക എന്ന് പറയുന്നത്
ആന്റിക്ക് അനാവശ്യമായിരിക്കാം. പക്ഷേ ഞങ്ങൾക്കതൊരു നന്മയാണ്, കരുണയാണ്, പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സേവനമാണ്. നിന്റെ നന്മയും കരുണയും സേവനവും ഒക്കെ നിന്റെ സ്വന്തം കാശെടുത്ത് ചെയ്യണം. തറവാട്ട് സ്വത്തെടുത്ത് ചെയ്യണം. അല്ലാതെ വല്ലവന്റെയും കയ്യിലെ പണവും കണ്ടുകൊണ്ടായിരിക്കരുത് അതിനിറങ്ങി തിരിക്കേണ്ടത്. ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഇവനെ ഓരോ നിമിഷവും വഴി തെറ്റിച്ച് എന്റെ സ്വപ്നങ്ങളെ നശിപ്പിക്കാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ഗതിയില്ലാത്ത ആൾക്കാർക്ക് ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ലേ ഇവര് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അതിലിപ്പോ എന്താ തെറ്റ്? എന്തറിഞ്ഞിട്ടാ ഏട്ടത്തി ഈ സംസാരിക്കുന്നത്? രണ്ടുപേരുടെ ആഗ്രഹം. ഗൗതമിന്റെ മനസ്സിൽ ഇത്തരം ആഗ്രഹങ്ങളൊന്നും തോന്നില്ല. ഇവനെ ഓരോന്ന് പറഞ്ഞ് വഴി തെറ്റിക്കുന്നത് ഇവളാ. നോക്ക്, പറഞ്ഞ് വഴി തെറ്റിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എനിക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. ഒരു അനാഥാലയം ആരംഭിക്കാന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. എടാ, നീ ഒരു ബിസിനസ്മാനാ. ബിസിനസ് ഐക്കൺ അവാർഡ് നേടിയവനാ. നിന്റെ ലക്ഷ്യം ഉയരങ്ങൾ മാത്രമായിരിക്കണം. അല്ലാതെ സോഷ്യൽ സർവീസിലേക്കൊന്നും തരം താഴ്ന്നു പോവരുത് നീ. സൊസൈറ്റിയെ ബോധ്യപ്പെടുത്താൻ സോഷ്യൽ സർവീസ് ഒക്കെ വേണ്ടത് തന്നെയാ. പക്ഷേ സ്വന്തമായി അനാഥാലയം നടത്തി ആവശ്യമില്ലാത്തൊരു ബാധ്യത പിടിച്ചു വെച്ചുകൊണ്ടാവരുതത്. ഇത്തരം സംഘടനകൾക്ക് എന്തെങ്കിലും തുച്ഛമായ സംഭാവനകൾ കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. ഈശ്വരമംഗലം കുടുംബത്തിന് ഇപ്പൊ സമ്പത്തുണ്ട്. അത് ഇരട്ടിപ്പിക്കാൻ നോക്കുന്നതിന് പകരം പാഴാക്കാൻ ശ്രമിക്കരുത് ഗൗതം നീ. എടാ, സൽപ്പേരുണ്ടാക്കാനാണെങ്കിൽ വേറെ പ്രോഫിറ്റബിൾ ആയ വഴികളല്ലേടാ ആലോചിക്കേണ്ടത്. ഗൗതം അനാഥാലയം തുടങ്ങാൻ തീരുമാനിച്ചത് സൽപ്പേരുണ്ടാക്കാനോ അതുവഴി പണം സമ്പാദിക്കാനോ ഒന്നുമല്ല. പണം അല്ല മാഡം എല്ലാത്തിന്റെ അവസാന വാക്ക്. മാഡത്തിന്റെ കയ്യിൽ ചിലപ്പോ 100 കോടി രൂപ കാണുമായിരിക്കും. കോടീശ്വരിയാണെന്നുള്ളൊരു തോന്നലും കാണും. പക്ഷേ 1000 കോടി രൂപ കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാഡം വെറും ഒരു ദരിദ്രവാസിയ. അതറിയൂ? നിനക്ക് ഈശ്വരമംഗലത്തിന്റെ ചരിത്രം അറിയോ? നീ ഈ പറഞ്ഞ ദാരിദ്ര്യം ഉണ്ടല്ലോ, സർവ്വ ബിസിനസ്സുകളും തകർന്ന് ദാരിദ്ര്യത്തിലേക്ക് മൂക്ക് കുത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു ഈശ്വരമംഗലം വീടിനും കമ്പനിക്കും. എന്റെ പോരാട്ടം, എന്റെ കഴിവും എന്റെ ബുദ്ധിയും, ഞാൻ ഉറക്കമുളച്ച രാത്രികൾ, എന്റെ രക്തം വെള്ളമാക്കിയതിന്റെ ബാലൻസ് ഷീറ്റ് ആണടി